യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. താമരശ്ശേരി ചുരം വഴി വലിയ ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. വാഹനങ്ങളെല്ലാം പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മേഘ തന്നെ തരും അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന്. മേഘ, എന്താണ് താമരശ്ശേരി ചുരത്തിൽ സംഭവിച്ചിരിക്കുന്നത്? വലിയ ബ്ലോക്ക് തുടരുകയാണോ? എന്താണ് ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം? മനു, പുലർച്ചെയാണ് താമരശ്ശേരി ചുരത്തിൽ, അതായത് ഒന്നല്ല 2-3 വാഹനങ്ങൾ കേടായി റോഡിൽ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ പതുക്കെ വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫയർഫോഴ്സും അതിനൊപ്പം തന്നെ ചുരം സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഈ വാഹനങ്ങൾ പതിയെ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചുരത്തിലുള്ള ഗതാഗത തടസ്സം ഒരു തുടർക്കഥയാവുകയാണ്. അതായത് ഇപ്പോൾ ഏകദേശം 10 മണി ആവുമ്പോൾ ഓഫീസ് ടൈം, സ്കൂൾ ടൈമൊക്കെ തന്നെ ആകുന്ന സമയം കൂടിയാണ്. അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ചുരം സംരക്ഷണ സമിതി കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. അടിയന്തര ആവശ്യങ്ങൾക്ക് ഈ ചുരം വഴി യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റ് വഴികൾ തേടേണം എന്നൊരു നിർദ്ദേശം കൂടി ചുരം സംരക്ഷണ സമിതി നൽകുന്നു. ഏതായാലും വാഹനങ്ങൾക്ക് തകരാറ് സംഭവിച്ചതാണ്. ഇത്തരത്തിൽ 2-3 വാഹനങ്ങൾ തകരാറായി ചുരത്തിൽ കിടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ പതിയെ വാഹനങ്ങൾ, ഇപ്പോൾ ഗതാഗതം ഒരു ഭാഗത്തുകൂടി മാത്രം വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും ഇപ്പോൾ വാഹന ഗതാഗതം മെല്ലെ മെല്ലെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് മേഘ നൽകിയത്.